തുടരുന്നുണ്ട്. ഹരി, നമ്മൾക്ക് തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് ഏറ്റവും പ്രധാനമായി ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം വന്ന സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാനും പാർട്ടിയും ഏതു തരത്തിലാണ് രഞ്ജിത്തിന് രക്ഷാകവചം ഒരുക്കിയത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തലുകളടക്കം നമ്മൾ കേട്ടതാണ്. ഇത്രമാത്രം ആരോപണത്തിന്റെ മുനയിൽ രഞ്ജിത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും മന്ത്രി സജി ചെറിയാൻ ഏതു തരത്തിലാണ് രഞ്ജിത്തിനെ ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. അതേപോലെ ആ സാഹചര്യം ഇവിടെ മുകേഷിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നാണോ മനസ്സിലാക്കേണ്ടത്. കാരണം വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം മറുഭാഗത്തുണ്ട്, വലിയ പ്രതിഷേധം തീർക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇന്നടക്കം പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ലൈംഗിക ആരോപണ കേസിൽ മുകേഷിനെ തള്ളുന്നില്ല CPM എന്നാണ് മനസ്സിലാക്കുന്നത്. തൽക്കാലം രാജി ആവശ്യപ്പെടുന്നില്ല. പ്രതിപക്ഷം വലിയ രാജിക്കായി മുറവിള കൂട്ടുന്ന സമയത്ത് പോലും രാജി ആവശ്യപ്പെടുന്നില്ല എന്നുള്ള നിലപാടിലോട്ട് പാർട്ടി എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സംരക്ഷിക്കുന്ന നിലപാടാണോ പാർട്ടി സ്വീകരിക്കുന്നത്, CPM മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് മുകേഷിന്റെ കാര്യത്തിൽ? ഭവ്യ, മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുകയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം അവർ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം സമാന ആരോപണങ്ങളിൽ UDF MLA-മാർ രാജിവെച്ചിട്ടില്ല എന്നത് സംബന്ധിച്ചാണ്. ഇതൊരു ആരോപണം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണത്തിന്റെ പേരിൽ MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് CPIM പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ആ സമയത്ത് സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ പോലും കൃത്യമായ നിലപാടുകൾ പറഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ മാധ്യമങ്ങളെ പഴിചാരുകയാണ് ചെയ്തിരുന്നത് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ സംരക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമീപിച്ചിരിക്കുകയാണ്. IPC 354 വകുപ്പ് ചേർത്തായിരിക്കും രഞ്ജിത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുകേഷിനെതിരെ നടക്കുന്നത്. പക്ഷേ മുകേഷ് കൂടുതൽ കുരുക്കിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതുപോലുള്ള ആരോപണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുകേഷിനെതിരെ. അതുകൊണ്ട് തന്നെ പാർട്ടി എത്രമാത്രം മുകേഷിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ അതുപോലെ തന്നെ ആരോപണങ്ങൾ മറുപുറത്ത് നിന്ന് കൂടുന്നുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. കാരണം ഇത് ഒരു ആരോപണമല്ല. അത് തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു മുകേഷ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴും പാർട്ടി പ്രതിരോധം തീർക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ഈ തുടരെയുള്ള പരാതികൾ നേതൃത്വത്തിന് ചില ആശങ്ക ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുമില്ല, അല്ലേ? ഇല്ല, തീർച്ചയായും. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പരാതികൾ ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ മുകേഷിന്റെ പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ആദ്യത്തെ ഒരു ആരോപണത്തിന്റെ പേരിൽ മാത്രമാണ് മുകേഷ് സംസാരിച്ചിട്ടുള്ളത്. അതും രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് മുകേഷ് പറഞ്ഞു ഒഴിഞ്ഞത്. എന്നാൽ അതിനുശേഷം വന്ന ആരോപണങ്ങളിലൊന്നും തന്നെ മുകേഷ് സംസാരിച്ചിട്ടുമില്ല. പാർട്ടി അതനുസരിച്ച് ഒരു കവചം മുകേഷിന് തീർക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഈ ഒരു കവചം എത്ര നാളത്തേക്ക് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ആരോപണത്തിന്റെ പേരിൽ MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ട എന്ന് പറയുമ്പോൾ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ കോൺക്ലേവിന്റെ സമിതി രൂപീകരണത്തിൽ മുകേഷ് അംഗമാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ എങ്ങനെയാണ് മറുപുറത്ത് സ്ത്രീകൾക്ക് സാധിക്കുക എന്നുള്ളതൊരു ന്യായമായ സംശയവും ചോദ്യവും കൂടിയല്ലേ? ഇത്രയും അധികം ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരു നടനോടൊപ്പം ഇരുന്ന് കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നതിൽ എന്ത് പ്രസക്തി, എന്താണ് അതിന് പിന്നിൽ, എന്താണ് അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സമന്വയം എന്നുള്ളത് സംബന്ധിച്ചൊരു ചോദ്യം നിലനിൽക്കുകയല്ലേ? ഇപ്പോഴും ആ സ്ഥാനത്ത് നിന്ന് പോലും മുകേഷ് ഒഴിഞ്ഞിട്ടില്ല. നയരൂപീകരണ സമിതിയിൽ നിന്ന് പോലും മുകേഷ് ഒഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നതെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു കോൺക്ലേവിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവായിട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. 4.5 വർഷത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും എന്താണ് അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം എന്ന് സർക്കാർ നൽകുന്ന ഒരു കോൺക്ലേവ് കൂടിയാണ്. എങ്ങനെയായിരിക്കണം സിനിമ മുന്നോട്ട് പോകേണ്ടത്, സിനിമാ സെറ്റുകളിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം, സ്ത്രീകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അത് സംബന്ധിച്ച് എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവണം എന്ന് സംബന്ധിച്ചൊരു നവംബർ അവസാന ഘട്ടത്തിൽ ഒരു 3 ദിവസത്തെ കോൺക്ലേവിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ, സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ മുകേഷ് ഇപ്പോഴും അതിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ ഒരു ഘട്ടത്തിൽ പോലും എങ്ങനെയാണ് ഈ കോൺക്ലേവിനൊപ്പം സ്ത്രീകൾക്ക് കോൺക്ലേവിൽ പങ്കെടുക്കാനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും സാധിക്കുക എന്നുള്ളൊരു ന്യായമായ ചോദ്യങ്ങളും സംശയങ്ങളും നിൽക്കുമ്പോഴാണ് പാർട്ടി പോലും ഇപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ കോൺക്ലേവ് കൊണ്ട് എന്ത് പ്രസക്തി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നതും. ഹരികൃഷ്ണൻ, ഒരൊറ്റ കാര്യം കൂടി, പ്രധാനമായും അമ്മ സംഘടനയിൽ 2 ഭിന്ന സ്വരങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നു. ഒരു പക്ഷത്തിന് കൈയടിക്കുന്നു, ഒരു പക്ഷത്തിനെ എതിർക്കുന്നു അമ്മ സംഘടന ആളുകൾ തന്നെ. ഇത്തരത്തിൽ വലിയ വിപ്ലവം ഈ വെള്ളിത്തിരയിൽ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നുണ്ട് ചില താരരാജാക്കന്മാർ. ഏറ്റവും പ്രധാനം എടുത്തു പറയണം, അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ പോലും ഒരക്ഷരം ഇതുവരെ സംസാരിച്ചിട്ടില്ല. എവിടെയാണ് ഈ താരരാജാക്കന്മാർ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ആളുകൾ ഉന്നയിക്കില്ലേ?
തീർച്ചയായും AMM എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഈ ഒരു പരാതി വന്നൊരു ഘട്ടത്തിൽ നമുക്കറിയാം തിങ്കളാഴ്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ശേഷം വെള്ളിയാഴ്ചയാണ് ഈ ഒരു വാർത്താ സമ്മേളനം തന്നെ ഈ AMM എന്ന സംഘടന മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെ 4 ദിവസത്തിന് ശേഷമാണ്. അതിനുശേഷം സിദ്ദിഖ് ആ സമയത്ത് പറയുന്നു, സിദ്ദിഖ് ആകെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ 2 മാസമേ ആവുന്നുള്ളൂ, അതിനിടയിൽ തന്നെ രാജിയും വെക്കുന്നു. ഇതിനുശേഷം വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം വിരലിൽ എണ്ണാവുന്ന പ്രതികരണങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് കൃത്യമായ ഒരു നിലപാട് പൃഥ്വിരാജ് കൊണ്ടുവന്നിരുന്നു. അതിന് മുന്നത്തെ ദിവസം ടൊവിനോ സംസാരിച്ചിരുന്നു എന്നല്ലാതെ തലപ്പത്തിരിക്കുന്നവർ, അതായത് ഈ കമ്മിറ്റിയുടെ തലപ്പത്തിൽ നിൽക്കുന്നവർ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സംസാരം നടത്തിയിട്ടില്ല, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള വിശദീകരണത്തിനും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് AMM എന്ന സംഘടനയുടെ അകത്ത് നിന്നുകൊണ്ട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി തന്നെ പൊളിച്ചു നീക്കണം, ഇതിനൊരു പുതിയ രീതിയിൽ ഒരു ബൈലോ പ്രകാരം ഒരു പൊളിച്ചു നീക്കം സംഭവിക്കണം, പുതിയ രീതിയിലേക്ക് പുതിയ ആളുകൾ ഓരോ ഘട്ടത്തിലേക്ക് ഓരോ തസ്തികയിലേക്ക് വോട്ടിംഗ് നടക്കട്ടെ എന്ന് പറഞ്ഞൊരു ആരോപണം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇവർക്കെതിരെയൊക്കെ തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞൊരു ഘട്ടത്തിൽ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല എങ്കിൽ പോലും പക്ഷേ തീരുമാനിക്കപ്പെടുന്ന പോലെ മിനു മുനീറൊക്കെ പറഞ്ഞതുപോലെ AMM എന്ന സംഘടനയിൽ അംഗത്വം വേണമെങ്കിൽ ഞാൻ അറിയാതെ നടക്കില്ല എന്ന് പറയുന്നത് തന്നെ പവറാണ്. ആ അധികാരത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന് തന്നെ ആ സംഘടനയിലെ പ്രധാനപ്പെട്ട അതിനുള്ളിൽ തന്നെ ഒരു സംസാരവും ചർച്ചകളും നടക്കുന്ന ഒരു വേളയിൽ തന്നെയാണ്. അതുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം നടക്കാത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. മോഹൻലാൽ എന്ന നടന്റെ അസൗകര്യം മൂലമാണെന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കാൻ മലയാളി ജനങ്ങൾ തയ്യാറാകുന്നില്ല. ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് പിന്നാമ്പുറത്ത് സംഭവിക്കുന്നുമുണ്ട്. നടന്മാരും തന്നെ പ്രത്യേകിച്ച് ഈ തലപ്പത്തിരിക്കുന്നവർ 17 അംഗ കമ്മിറ്റിയിൽ 4 പേർ മാത്രമാണ് സ്ത്രീകൾ, ബാക്കിയുള്ള അവരാരും തന്നെ എടുത്തു സൂചിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ പറയുന്നില്ല. ഓരോ ആരോപണങ്ങൾ വന്നതിന് ശേഷവും ഈ സംഘടനയിലുള്ള പ്രധാനപ്പെട്ട ആളുകളെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകേണ്ടതാണ്. അതും നടക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആരോപണങ്ങൾ തുടരുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു മൗനം തന്നെ ഈ മൗനം തന്നെ തുടരുന്നത് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ആരോപണങ്ങൾ പല നടന്മാരിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെ അറിയേണ്ടി വരും. കഴിഞ്ഞ ദിവസം കേട്ട പേരുകളൊക്കെ തന്നെ മലയാളി ലോകം ഞെട്ടിയതാണ്. അത് തന്നെ ഇന്ന് വീണ്ടും മുകേഷിനെതിരെ വീണ്ടും ആരോപണവുമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ പോലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും പുറത്തു വരാൻ പോകുന്ന പേരുകളെ ഓർത്ത് പോലും ഓരോരുത്തരുടെയും ഉള്ളിൽ തീയായിരിക്കുമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മൗനം തുടരുന്നത് എത്ര നാളത്തേക്ക് എന്നുള്ളൊരു ചോദ്യമാണ്. എക്സിക്യൂട്ടീവ് യോഗം നടക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ മോഹൻലാലിന്റെ അസൗകര്യം മൂലമാണ് എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത്. ഈ യോഗം നടക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവരുമായിട്ടാണോ ഈ യോഗം നടക്കുന്നത്? പ്രധാനമായും ബാബുരാജ്, ജയൻ ചേർത്തല, മുകേഷ് തുടങ്ങിയവർക്കൊക്കെ അവരൊക്കെ ആയിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു വലിയ ചോദ്യം കൂടിയുണ്ട് ഭവ്യ. തീർച്ചയായും വളരെ വ്യക്തമാണ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ആണിടങ്ങളെ പൊള്ളിച്ചുകൊണ്ട് മലയാള സിനിമയിൽ തീർത്ത പുതിയ വിപ്ലവം, വെള്ളിത്തിരയിൽ തീർത്ത പുതിയ വിപ്ലവം തീക്കാറ്റാണ് ഇപ്പോൾ ആടി പടരുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി യുവനടന്മാർ അടക്കം പ്രതികരണവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ, അമ്മയ്ക്കെതിരെ അടക്കം പ്രതികരിച്ച സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ലാലേട്ട പ്രതികരിച്ചേ മതിയാകൂ, മൗനം വെടിഞ്ഞേ മതിയാകൂ. കാരണം താങ്കൾ ഉൾപ്പെടുന്ന, താങ്കൾ പ്രസിഡന്റായിരിക്കുന്ന സംഘടനയിലെ തന്നെ ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ വിരലുകൾ ചൂണ്ടുന്നത്, ആരോപണങ്ങളുടെ മുറയുള്ളത്. താങ്കൾ പ്രതികരിച്ചേ മതിയാകൂ. വളരെ വേഗം മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.